ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇങ്ങോട്ടേക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇന്ന് വലിയൊരു പ്ലാനിങ് ആൾക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും ജിമ്മിലേക്ക് ഒന്ന് പോകാം ഗൈസ്. അപ്പം ഇന്ന് വേറെ പണിയൊന്നുമില്ല ഗൈസ്. അപ്പം പുതിയതായിട്ടൊന്നുമില്ല ഗൈസ്. ഇപ്പം ഇന്നത്തെ ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൈസ് അപ്പം ഞാൻ ജിമ്മിൽ തന്നെ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്കിലും ഇച്ചിരി പണിയായിട്ട് ചെയ്യാമല്ലോ ഗൈസ്. മുടി വെട്ടാൻ പോകാമെന്ന് വെച്ചാൽ ഗൈസ് ഇവന് മുടിയും വളരത്തില്ല ഗൈസ്. ഇപ്പം എനിക്കാണെങ്കിൽ മുടിയും കാലൊക്കെ വളരത്തില്ല. ഇതൊക്കെ ഒന്ന് പൊക്കാം ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്. ഇപ്പം ഞാൻ അതും കാലൊക്കെ പൊക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡംബിൾസും കാലൊക്കെ പൊക്കിയതിന് ശേഷം പോവാം കേട്ടോ ഗൈസ്. എനിക്ക് നല്ല മടിയും കാലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം മച്ചാന്മാരെ. എവിടെയെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോവാം. വലിയ ജോലിയൊന്നുമില്ല ഗൈസ്. ഇപ്പം ചായയൊക്കെ ഒന്ന് കുടിച്ചിരിക്കാം. ഇവിടെ ടി വി ഇല്ല ഗൈസ്. ഇപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ടി വി കാണാനാണെങ്കിൽ ഇവിടെ ടി വിയും ആളൊക്കെ ഇല്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുളിക്കാം ഗൈസ്. അപ്പോൾ ടി വി മേടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ പൈസ ഇല്ല ഗൈസ്. ഇപ്പം പൈസ ഇല്ല ഗൈസ്. നോ മണി ഗൈസ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് 2 വട്ടം അങ്ങോട്ട് നീന്തി അങ്ങ് കുളിക്കാൻ വെച്ചാമാരെ. ഓക്കെ ഗൈസ്. അപ്പം ഇവിടുന്ന് അടുത്ത ഒറ്റ ചാട്ടം ഗൈസ്. അപ്പം അടുത്ത ചാട്ടം നമ്മൾ കുളിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്കൊരു ഐഡിയയും ആളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടി ആളൊക്കെ ഇങ്ങ് വിറ്റിട്ട് വേറെ വല്ല വണ്ടിയും ആളൊക്കെ മേടിച്ചിട്ടാലോ ഗൈസ്. അപ്പം ഈ ഒരു വണ്ടി വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കണം ആരെങ്കിലും. എന്തായാലും നമുക്ക് ഉടുപ്പും പാൻറ്റുകളൊക്കെ ഇടാൻ ഗൈസ്. ചെറിയൊരു പനിയാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ ഈ ഒരു ഉടുപ്പുകളും പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു കാറുകളൊക്കെ വിൽക്കാം. ഇപ്പോൾ പുതിയ ഐഡിയ കിട്ടിയത്. ആരടാ എൻ്റെ മോനെ എൻ്റെ ഫോണിൽ വിളിക്കുന്നത്? ഹലോടാ പറ പെട്ടെന്ന് പറ. ഓ ജോലിയാ. ഓക്കെ പറ. ബസ് ഡ്രൈവിങ് എവിടാ? ഓക്കെ ഇന്തോനേഷ്യ. ഓക്കെ ബ്രോ. ഓക്കെ യെസ്. അപ്പോൾ ഇവിടെ വിളിച്ചതെന്ന് വെച്ചാൽ ഒരു ബ്രോയാണ്. ഇന്തോനേഷ്യയിൽ ചെറിയൊരു ബസ് ഡ്രൈവിങ്ങും കാലൊക്കെ ഉണ്ട്. അപ്പോൾ KSRTC ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ പോന്നെ കേസ് തല ഇടിച്ചു മോനടാ. തല പൊട്ടി എൻ്റെ മോനെ കേസ്. അപ്പോൾ രാവിലെ തന്നെ കേസ് എന്താണ്ട് കുഴപ്പമായിട്ടാണ് കേസ് ഇപ്പം ഞാൻ എണീച്ചത്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ കേസ്. അപ്പം നമുക്ക് ഇച്ചിരി മരുന്നൊക്കെ ഒന്ന് തലയിൽ പോയി പെരട്ടാം കേസ്. അപ്പം തലയിൽ ഇച്ചിരി മരുന്നുകളൊക്കെ പെരട്ടിട്ട് കേസ്. അപ്പോൾ ഓക്കെ കേസ്. എന്തായാലും തലയിൽ ഇന്ന് കേസ് ഇപ്പം മുറിവൊന്നും ഇനി ഉണ്ടാകത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ കേസ്. അപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല നമുക്കാണെങ്കിൽ കേസ്. അപ്പം നമുക്കാണെങ്കിൽ നമ്മളെ കാറിൽ കയറി കേസ്. ഇപ്പം നമുക്ക് നേരെ നമ്മളെ പ്ലെയിനിൻ്റെ അങ്ങോട്ട് പോകാൻ കഴിച്ചു. അപ്പോൾ എയർപോർട്ടിലോട്ട് ഞങ്ങളൊക്കെ പോകാൻ മച്ചാമാരെ. അപ്പോൾ എയർപോർട്ടിൽ പോയതിന് ശേഷം കഴിച്ച് അവിടുന്ന് പ്ലെയിൻ എടുത്ത് നേരെ നമ്മൾ ഇന്തോനേഷ്യയിലോട്ട് എന്നും പറഞ്ഞ് പറക്കാൻ കഴിച്ചു. അപ്പം കഴിച്ചപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഇടിച്ചിടിച്ചു ഞങ്ങൾക്ക് കണ്ണില്ല കേസ്. അപ്പോൾ രാവിലെ ഒരു ജോലി ഇല്ലാതെ അവിടെ നിന്ന് ഞാനാണ് മച്ചാന്മാരെ. അപ്പോൾ എനിക്കൊരു ജോലിയും ആളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരുത്തനാണെങ്കിൽ. അപ്പോൾ എന്തായാലും കേസ് ഇപ്പോൾ ആ ഒരു ജോലിക്കും ആളൊക്കെ പോവാം. ഒരു ജോലി ഇല്ലാതെ നിന്നവൻ അപ്പോൾ ജോലി ഉണ്ടാക്കി തന്നവന് താങ്ക്സ്. അപ്പോൾ നമുക്ക് പോകാനുള്ള പ്രൈവറ്റ് പ്ലെയിനുകളൊക്കെ കിടപ്പുണ്ട്. പ്രൈവറ്റ് ജെറ്റാണ് കേട്ടോ കേസ്. ഇപ്പോൾ പ്രൈവറ്റ് ജെറ്റല്ല പ്ലെയിനാണ് കേട്ടോ കേസ്. മിനി പ്ലെയിനാണ്ടാണ് കേസ്. അപ്പോൾ ഓക്കെ ഈ ഒരു പ്ലെയിനിലാണ് കേസ്. ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയിലോട്ട് പോകുന്നത് കേസ്. ഇപ്പം ഞാനാണ് കേസ് പ്ലെയിൻ ഓട്ടിക്കുന്നത്. അതാണ് കേസ് വേറൊരു സത്യം. അടിപൊളിയാണ് കേസ്. അപ്പം ഞാനാണ് പ്ലെയിൻ ഓട്ടിക്കുന്നത്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കണം. നമ്മളാ മാത്രം നോക്കിയാൽ പോരെ കേസ്. ഇപ്പം വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെന്നുള്ള തെറിയൊക്കെ കേട്ട് ഇരിക്കേണ്ടി വരും ഗൈസ്. അങ്ങനെ നമ്മൾ കാലൊക്കെ ഒരു ഇന്തോനേഷ്യയിലോട്ട് കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ചൊക്കെ ചെയ്തായിരുന്നു. നമുക്ക് അവിടെ ഇവിടുത്തെ നീല ഡ്രസ്സാണ് കേട്ടോ. ബസ് സ്റ്റാൻഡ് ആരുടെ കാറൊക്കെ കൊണ്ട് കയറുന്നു അവൻ്റെയൊക്കെ മണ്ടയ്ക്ക് വെച്ച് അടിച്ചിടുകയാണ്. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇന്തോനേഷ്യയിൽ ബസ്സാണ് മച്ചാന്മാരെ. അപ്പം ഒരു KSRTC ആണ് ഗൈസ് ഓട്ടിക്കുന്നത്. ഓക്കെ എല്ലാവരും കയറി പെട്ടെന്ന് കയറി. ഓക്കെ ഗൈസ്. അപ്പം ഓക്കെ നമ്മളെ കാലൊക്കെ ബസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ച് ഇന്ന് വോൾവോ എല്ലാം ആണെന്ന്. പക്ഷേ വോൾവോ അല്ല ഗൈസ്. അപ്പം നമുക്ക് കിട്ടിയ ഇന്ന് നമുക്ക് KSRTC ഷിഫ്റ്റാണ് വെച്ചാൽ മല ഡ്യൂട്ടി കിട്ടിയത്. ഓക്കെ ഇടിക്കാതെ കയറ്റിക്കൊണ്ട് കൊണ്ടുള്ള നമ്മളൊരു കടമയാണ്. ഇപ്പോൾ ഗ്ലാസ്സുകളൊക്കെ തുറന്നിടാം. ഓക്കെ ഗൈസ്. ഓക്കെയാണ്. ഇപ്പം എല്ലാം ഓക്കെയാണ് ഗൈസ്. കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ഇപ്പം നമ്മൾ വെറുതെ എഴുതുന്നവരാണ് കേട്ടോ ഗൈസ്. എന്തായാലും വെറുതെ ഇരുന്നപ്പോൾ എന്തായാലും കേസ് അപ്പം നമുക്ക് വെറുതെ ഒരു ജോലി കിട്ടി. അപ്പം കേസ് അപ്പം നമുക്ക്
അതിനകത്ത് കയറി ഞാൻ വന്നു. അത് മാത്രമേ എനിക്കറിയാവൂ ഗൈസ്. അപ്പോൾ ഓക്കെ. ഇടിക്കണ്ട, വേറുള്ള നാടാണ്. നമുക്ക് ഭാഷ അറിഞ്ഞുകൊണ്ടത്തണ്ട് അവന്മാരെന്ത് വിളിച്ചാലും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തുവാണ് ഈ ഒരു ബസ്സുകാരൻ പോകുന്ന പോക്കുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇടിച്ചൊന്നുമില്ല ഗൈസ്. അപ്പം ആരും കള്ളമൊന്നും പറയാണ്ട് ഇടിച്ചില്ല, ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പം സിഗ്നൽ ലൈറ്റൊന്നും ഇവിടെ പാലിക്കണ്ട ഗൈസ്. ഫസ്റ്റ് ദിവസം തന്നെ വന്ന് ഇടിച്ചല്ലോ ഗൈസ്. അപ്പോൾ ഈ ഒരു വരികളൊക്കെ പോവാം. ഇതിലേ പോകുമ്പോൾ നല്ല കുറേ കാഴ്ചകൾ കണ്ട് പോവാം. മറ്റേതാണെങ്കിൽ ഒറ്റ അടിക്ക് നേരെ ഹൈവേ കയറും. ഇതാകുമ്പോൾ ഇച്ചിരി നല്ല കറങ്ങി വളച്ചൊക്കെ പോവാം. ആംബുലൻസുകാരൻ കൊണ്ടുവന്ന് കയറ്റിയതുണ്ട് ഗൈസ്. ആംബുലൻസുകാരനല്ലേ ഞാനാണ് ഗൈസ് കൊണ്ടുവന്ന് കയറ്റിയത്. ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ എടുത്തിട്ട് അടിക്കും ഗൈസ്. അപ്പം ഓക്കെ, ബൈക്കുകാരനൊക്കെ മാറി നിൽക്കാൻ പറ. ഇവിടെ നോക്കാം. നമുക്ക് ഗൈസ് വലിയ ആൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പോകും. മറ്റേത് കുറേ ദൂരം പോകണം. ഇതാകുമ്പോൾ ഇച്ചിരി ദൂരങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മതി. മറ്റേത് ഒറ്റ അടിക്ക് കുറേ ദൂരം പോകണം. ഇതാകുമ്പോൾ വളഞ്ഞ് ഇച്ചിരി ദൂരത്തിൽ പോയാൽ മഴ പെയ്യുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു നാട്ടിൽ വന്നതല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതിനു മുമ്പേ മഴയുമായേ. ഇത് കൊള്ളാം. ലൈറ്റൊക്കെ അണച്ചിട്ട് എല്ലാം ലൈറ്റ് ഇട്ടുകൊണ്ട് പോവുകയാണ്. ഈ ഒരു രാവിലെ ലൈറ്റ് കാണൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒറ്റ ആവശ്യമില്ല. അപ്പോൾ അവന്മാരൊക്കെ വെറുതെ ലൈറ്റ് കാണൊക്കെ ഇട്ടുകൊണ്ട് പോകലാണ്. ഇവിടെ നേരെ വല്ല വരികയാണെന്ന്. ഇതിൽ നേരെ പോയാൽ എന്താ ഉണ്ടോയെന്ന് കേസപ്പോൾ നമുക്ക് നോക്കാം. അല്ല നേരെ പോയാലും ഒന്നുമില്ല, നേരെ പോവാം. നേരെ പോയാൽ കയറാം. അതാണ് ഏറ്റവും നല്ലത്, ഉത്തമമായ തീരുമാനം. നല്ല കുറേ വളയാലുണ്ട് കേട്ടോ കേസപ്പം. നല്ല വളഞ്ഞ് തിരിഞ്ഞാണ് നേരെ പോകേണ്ടുള്ളത്. പിന്നെ ഇതിലെന്ത് കയറിയ അയ്യടാ, നമ്മുടെ അടുത്ത് പറയാം ഇതിലെ കയറിക്കൂടെന്ന്. ഓ മേൽപ്പാലമാണല്ലോ മച്ചാന്മാരെ. നമുക്ക് കൊണ്ടുള്ള മേൽപ്പാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടിച്ചേനെ. എവിടെയാണ് നോക്കിയടക്കെ ഉണ്ട് എന്ന് കയറ്റുന്നത്. എൻ്റെ പൊന്നോ, ഇവന്മാരെ കണക്കത്തന്മാരും ഇറങ്ങിക്കോളും. കൊണ്ടുവന്നിങ്ങനെ ഇടിച്ചിടിച്ച് കയറ്റും. അപ്പം ഇതിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിലിറങ്ങാം. കാരണം കഴിച്ചിട്ട് നമ്മൾ ഇച്ചിരി ദൂരം സഞ്ചരിച്ച് ഇത്ര കിലോമീറ്ററുകൾ മൈൽ അകലമുള്ള സാധനങ്ങളിൽ നമ്മൾ അടുത്തെത്തിച്ചിട്ടുണ്ട്. ഇതൊരു തൂക്കുപാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം ഇതൊരു തൂക്കുപാലമായിരിക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോകളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാന്മാരെ.